ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ വാർത്താ ചാനലുകൾ കാണാൻ കഴിയാതെ പോയ ആളുകൾക്കായിട്ട് ഇന്നത്തെ വാർത്താപ്പകലിൽ സംഭവിച്ച ചില പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാർത്താപ്പകൽ. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യകേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട്. MT വാസുദേവൻ നായരുടെ കോഴിക്കോട്ടെ വസതിയിൽ വൻ മോഷണം നടന്നെന്ന് പരാതി. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടെന്ന് MTയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയുടെ പരാതി. തൃശൂർ വരവൂരിൽ പന്നികളെ കുടുക്കാൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. തളി സ്വദേശികളായ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. ഇലക്ടോറൽ ബോണ്ടിനെതിരായി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. കോഴിക്കോട് താമരശ്ശേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. ബില്ലിംഗ് മെഷീനിൽ തുക തെറ്റിയടച്ചതിന്റെ പേരിലാണ് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ ആൾ ജീവനക്കാരെ മർദ്ദിച്ചത്. ബംഗളൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. രക്ഷപ്പെട്ടെത്തിയ വിദ്യാർത്ഥിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ ഗുഗൽധാറിന്റെ ഭാഗമായി നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. VD സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് പൂനെ പ്രത്യേക കോടതി. ഈ മാസം 23-ന് ഹാജരാകണമെന്ന് ഉത്തരവ്. കോഴിക്കോട് താമരശ്ശേരിയിൽ വാഹനാപകടം. ലോറി പിക്കപ്പ് വാനിലേക്കും കാറിലേക്കും ഇടിച്ചുകയറി.